ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. പുറത്ത് നല്ല മഴയാണേ. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതാം. ഇന്ന് കുറച്ച് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് 2 ചുരിദാർ മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കസ്റ്റമർ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. 2-3 ദിവസത്തിനകത്ത് തന്നെ അയക്കാനായിട്ട് പറഞ്ഞു. അവരെൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനും പോകാം. രാവിലെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസ്, ഞാനിവിടെ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ, ഇത് തലേന്നെ അടിച്ച് വെച്ച ജ്യൂസാണ്. അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, നമ്മുടെ വയറ് കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസ് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് കഴിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ആൽമണ്ട്സും കാഷ്യൂവും അതുപോലെ വാൾനട്ടും പിന്നെ ഹേസൽ നട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹേസൽ നട്ട് കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തല്ലി പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള ആ ഒരു നട്ട് എടുത്തിട്ട് കഴിക്കണേ. ഇപ്പോൾ ടൈം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ചായ കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് ജോലിയുണ്ട്. അപ്പം നമുക്കതൊക്കെ ചെയ്യാം. ചായക്കുടി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ട്രീ നിറച്ചും കാ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിറച്ചും കാ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2-3 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. പത്ത് മണിയാകുമ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് മഴയാണ്, 2-3 ദിവസമായിട്ട് മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് മഴയൊക്കെ മാറിയതിന് ശേഷം ഒരു അലോവേറ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അലോവേറയും കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം മതി കേട്ടോ. നമുക്ക് ഒരാഴ്ചത്തേക്ക് ഒരെണ്ണം മതി. കുറച്ച് നേരം എവിടെയെങ്കിലും ഒരു തുണിയിലോ പേപ്പറിലോ ഒന്ന് കുത്തി വെക്കണം. ഇതിൻ്റെ ആ ഒരു മഞ്ഞ കറ പോകാൻ വേണ്ടിയിട്ടാണ്. മഴയൊക്കെ മാറി വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഫ്രണ്ടിലെ ഡ്രമ്മിൽ ഒരു മാവ് നട്ടിട്ടുണ്ടായിരുന്നേ, അതിൽ തന്നെ പൊടിച്ച് വന്ന ബ്രിഞ്ചൽ പ്ലാന്റാണ് കേട്ടോ. അതിൽ നിന്ന് ഒരുപാട് കാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബ്രിഞ്ചൽ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നോക്കാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു മെറ്റീരിയലാണ്, അവിടെ നിന്ന് എടുത്ത ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഹാൽദിക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിറച്ചും കല്ലാണ്. ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളക്കാതെയാണ് ഞാൻ വാഷ് ചെയ്തത്. ഞാൻ വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഈ സ്റ്റിക്കർ ഇളക്കിയപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതെങ്ങനെ മാറും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ വേറൊരു ലൈറ്റർ ഷെയ്ഡായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ ബോട്ടം പോർഷനിൽ ഇതുപോലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത്. പാൻറ്റിന് 4 മീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ലൈനിങ്ങിനും കൂടി ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ എടുത്തൊരു സൽവാർ സെറ്റാണ്. ഇതൊരു പാകിസ്ഥാനി മോഡലാണ്.
അത് അടിയിലൊരു ഇതുപോലൊരു ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്ക് ഉണ്ട്. ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടി ഒരു പാർട്ടി വെയർ സെറ്റായിട്ട് യൂസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ നെക്കിലും സ്ലീവിലും അതുപോലെ ദുപ്പട്ടയിലൊക്കെ കുറച്ച് ഹാൻഡ് വർക്ക് ആഡ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ വർക്കോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടും. അപ്പോൾ ഇതിനൊരു 2 മീറ്റർ പാൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കൂടി എടുത്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ നമുക്ക് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചുരിദാറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് പോയി ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് അയൺ ചെയ്തെടുക്കാം. ഇതിന് ഈ ഒരു യെല്ലോ ചുരിദാറിന് നമ്മൾ സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ വേറൊരു ചുരിദാർ മെറ്റീരിയലും കൂടി സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പ്ലീറ്റഡ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തത്. ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കാം. പിന്നെ സ്ട്രൈറ്റ് കട്ട് പാൻറ്റിൻ്റെയും അതുപോലെ പ്ലീറ്റഡ് പാൻറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കണേ. ഫ്ലിപ്കാർട്ടിൽ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് നമുക്കൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു വെഡ്ഡിങ്ങാണ്. അപ്പോൾ അതിന് ബ്രൈഡ് ടു ബിക്ക് ഡ്രസ് കോഡ് വേണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത ഒരു ബേജ് ഷെയ്ഡാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡിൻ്റെ ഡ്രസ്സാണ് നമ്മൾ എടുത്തത്. ഇതിന് സ്ലീവിൻ്റെ ലെങ്ത് കുറവാണ്, അതുപോലെ ഫുൾ ലെങ്ത്തിൽ ടോട്ടൽ ലെങ്ത് കുറവാണ് കേട്ടോ. നമുക്ക് മുട്ടിന് കുറച്ച് താഴെ വരെ ഉള്ളൂ. ഇനി അതിൽ ഒരു ലെയറും കൂടി വെക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതായി ഒരു ടെസൽസൊക്കെ വരുന്നുണ്ട്. ഞാനിവിടെ XXL ഓർഡർ ചെയ്തത്, ബട്ട് എനിക്ക് കിട്ടിയത് XXL കേട്ടോ. എന്തായാലും ഞാനിവിടെ പിക്ക് ആഡ് ചെയ്തേക്കാം. നമ്മൾ നേരത്തെ അലോവേറ ജെൽ എടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ജെല്ലിൻ്റെ ഈ ഒരു തൊലിയില്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തുള്ള ആ ഒരു പൾപ്പ് മാത്രം ഇതുപോലെ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ സ്ക്യൂസ് ആക്കി എടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഫേസ് ടോണറാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്തിട്ട് രാവിലെ എണീറ്റിട്ടൊക്കെ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അലോവേറയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വേണ്ട ഐറ്റം ഇത് കോഫി പൗഡർ അല്ല, ഇത് ഹണിയാണ് കേട്ടോ. ഹണി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബ്ലെൻഡറിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ ഇത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി അടിച്ച് മിക്സ് ചെയ്താണ്. ലൈമും വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടി കുടിച്ചിട്ടുണ്ട്. നൈറ്റ് നമുക്കൊരു കിറ്റ്കാറ്റും ഫ്ലേക്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കുടിച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നട്ട്സും കഴിച്ചിട്ട് പിന്നെ നമുക്കൊരു മാംഗോയും കൂടി കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.